ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. പഴയകാല ഋഷിമാർ സ്വന്തം മോക്ഷത്തിനു വേണ്ടി പരിശ്രമിച്ചവരാണ്. അതായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ അപൂർവം ചിലർ മോക്ഷം എന്ന ലക്ഷ്യത്തിനുമപ്പുറം സമൂഹത്തിന്റെ ഉന്നമനം കൂടി ലക്ഷ്യമാക്കി പ്രയത്നിച്ചു. അവർ ജാതി മത വ്യവസ്ഥയ്ക്കെതിരെയുള്ള പ്രവർത്തനം, സേവനം, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തൽ എന്നിവയെല്ലാം കടമകളായി ഏറ്റെടുത്തു. പരാതിയോ വിമർശനങ്ങളോ അവരെ തെല്ലും തളർത്തിയിരുന്നില്ല. സ്വന്തം മോക്ഷം മാത്രം കാക്ഷിച്ച് തപസ്സിരിക്കുന്നവരേക്കാൾ എത്രയോ ശ്രേഷ്ഠരാണവർ. മധ്യകാലഘട്ടത്തിൽ ഉത്തരേന്ത്യയിൽ ജീവിച്ചിരുന്ന കവിയാണ് വിദ്യാപതി. ബീഹാറിൽ ജീവിച്ച ഇദ്ദേഹം ബംഗാളി, നേപ്പാളി ഭാഷകളിലും കൃതികൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൃതിയായ പദാവലിയിൽ ശ്രീകൃഷ്ണന്റെയും രാധയുടെയും പ്രണയകഥ ഭക്തിരസ പ്രധാനമായി വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഇന്നത്തെ സന്ധ്യാനാമത്തിന്റെ സമയമാണ്. കേൾക്കാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ നാരായണീ നമോസ്തുതേ. അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മേ കുമാരനല്ലൂരമ്മേ നീ എൻ മനസ്സിൽ ഭദ്രദീപം തെളിയുമ്പോൾ വന്നണഞ്ഞു മാഹേന്ദ്ര നീലാഭയായി. അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മേ കുമാരനല്ലൂരമ്മേ നീ എൻ മനസ്സിൽ ഭദ്രദീപം തെളിയുമ്പോൾ വന്നണഞ്ഞു മാഹേന്ദ്ര നീലാഭയായി. തൃക്കാർത്തിക നാളിൽ മധുരാപുരിയിലെ ഭക്തനാം പൂജാരി അണയുമ്പോൾ, തൃക്കാർത്തിക നാളിൽ മധുരാപുരിയിലെ ഭക്തനാം പൂജാരി അണയുമ്പോൾ അനുഗ്രഹം ചൊരിഞ്ഞമ്മ പുഞ്ചിരി തൂകുന്നു, സുരവൃന്ദ പുഷ്പവൃഷ്ടി നടത്തുന്നു. അമ്മ തന്നടയിൽ നിന്നുയർന്ന സ്വരമൊന്നു ചേർന്നു ജപമന്ത്രമായി സങ്കടങ്ങളവയൊക്കെയും മറഞ്ഞൻ മനസ്സിനു പുണ്യമായി. അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മേ കുമാരനല്ലൂരമ്മേ നീ എൻ മനസ്സിൽ
മനസ്സിൽ ഭദ്രദീപം തെളിയുമ്പോൾ വന്നണഞ്ഞു മാഹേന്ദ്ര നീലാഭയ. രക്ഷ രക്ഷ ജഗന്മാതാ സർവശക്തി ജയ ദുർഗാ. 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 படைப்பவளவளே காப்பவளவளே அழிப்பவளவளே சக்தி. படைப்பவளவளே காப்பவளவளே அழிப்பவளவளே சக்தி. படைப்பவளவளே காப்பவளவளே அழிப்பவளவளே சக்தி. படைப்பவளவளே காப்பவளவளே அழிப்பவளவளே சக்தி. அபயமென்றவளே சரணம் புகைந்தாலே அழிக்கலம் அவளே சக்தி. அடைக்கலம் அவளே சக்தி. ரக்ஷ ரக்ஷ ஜெகன்மாதா சர்வசக்தி ஜெய துர்கா. 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 രക്ഷ രക്ഷ ജഗന്മാതാ സർവശക്തി ജയ ദുർഗാ. രക്ഷ രക്ഷ ജഗന്മാതാ സർവശക്തി ജയ ദുർഗാ. പണ്ടുകാലം മുതൽ ഒരു പ്രദേശത്തെ കേന്ദ്രീകരിച്ച് ജീവിച്ചിരുന്ന ഓരോ ജനസമൂഹത്തിനും അവരുടെ പൊതുവായ ഒരു ആരാധനാമൂർത്തിയും ക്ഷേത്രവും ഉണ്ടായിരുന്നു. ആ പ്രദേശത്തിന്റെ ഐശ്വര്യത്തിന് കാരണമായി വർത്തിക്കുന്ന ആ ക്ഷേത്രത്തെയാണ് ദേശക്ഷേത്രം എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. ഒരു പ്രദേശത്തെ ജനതയുടെ സംസ്കാരത്തെ പോലും ഇത്തരം ക്ഷേത്രങ്ങൾ സ്വാധീനിച്ചിരുന്നു. ഇനി ഇന്നത്തെ കഥയമ്മ കേൾക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ നമ്മുടെ വീട്ടിൽ തൊട്ടിട്ടുള്ള ആരാധനാ സമ്പ്രദായങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് സംസാരിച്ചു. നമ്മൾ നിലവിളക്കിനെ കുറിച്ച് പറഞ്ഞു, തുളസിയെക്കുറിച്ച് പറഞ്ഞു, ഭഗവത് സേവയെക്കുറിച്ച് പറഞ്ഞു, ഗണപതി ഹോമത്തെക്കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ പിന്നീട് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ എത്തിച്ച ആരാധനാ മാർഗങ്ങളാണ്. ഒരു സമയത്ത് നമ്മൾ തന്നെ സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ വീട് തന്നെയായിരുന്നു ആദ്യകാലങ്ങളിൽ ക്ഷേത്രങ്ങൾ. ഈ പറയണ ഈശ്വരന്മാരൊക്കെ ഇരുന്നിരുന്നത് നമ്മുടെ വീട്ടിനകത്തോ അല്ലെങ്കിൽ തൊട്ടടുത്തോ ആയിരുന്നു. ഇപ്പം മച്ചില ഭഗവതി എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട്, തേവാരപ്പുരയിലെ ഭഗവതി എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട്, മണ്ഡപത്തിലെ മുത്തപ്പൻ എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട്. ഇതൊക്കെ നമ്മുടെ കൂടെ നമ്മുടെ ഒപ്പം ജീവിച്ചിരുന്ന ആളുകളാണ്. പിന്നെ കാലക്രമേണമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി, നമ്മളുടെ തിരക്കുകളുടെ ഭാഗമായി ഇവരെയൊക്കെ നമ്മൾ വീടുകളിൽ നിന്ന് മാറ്റി ക്ഷേത്രങ്ങളിലേക്ക് അവരുടെ താമസത്തെ മാറ്റി ഉറപ്പിച്ചു. എങ്കിലും അവർക്ക് നമ്മളെപ്പോഴും മക്കൾ തന്നെയാണ്, ബന്ധുജനങ്ങളാണ്. നമ്മളുടെ സംരക്ഷണത്തെ അവരെപ്പോഴും സദാ ഓർമ്മിച്ചു കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അവർ ഓർക്കുന്ന കേന്ദ്രങ്ങളിൽ ഏറ്റവും വിശേഷപ്പെട്ട സ്ഥാനം അലങ്കരിക്കുന്ന ആരാധനാ കേന്ദ്രങ്ങളാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ദേശക്ഷേത്രങ്ങൾ എന്ന് മനസ്സിലാക്കുക. ആ ദേശക്ഷേത്രത്തിൻ്റെ മാഹാത്മ്യത്തെ കുറച്ചുകൊണ്ട് ആ ദേശക്ഷേത്രത്തിലിരിക്കുന്ന ദേവതയെ വേണ്ട തരത്തിൽ ബഹുമാനിക്കാതെ നമ്മൾ നമ്മുടെ ആരാധനാ സമ്പ്രദായങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അത്ര കണ്ട് ശരിയല്ല എന്നാണ് മഹാത്മാക്കളുടെ അഭിപ്രായം. എപ്പോഴും അവനവൻ്റെ പരദേവതയെയും അവനവൻ്റെ ദേശദേവതയെയും ബഹുമാനിക്കാനുള്ള ഒരു മര്യാദ ഏതൊരു ഭക്തനും കാണിക്കണം. അതായിരിക്കണം അവരുടെ അടിസ്ഥാനമായിട്ടുള്ള ആധ്യാത്മികത. പിന്നീടായിരിക്കണം മഹാക്ഷേത്രങ്ങളിലേക്കുള്ള സഞ്ചാരം നമ്മൾ തുടങ്ങേണ്ടതെന്നാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആധ്യാത്മികതയുടെ തുടക്കം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും വീടുകളിൽ നിന്നാണ്. ആ വീടുകൾ തന്നെയായിരുന്നു പണ്ട് ക്ഷേത്രങ്ങളെന്ന് നമ്മൾ സൂചിപ്പിച്ചു. പക്ഷെ ആ കാലത്തുണ്ടായിരുന്ന നമ്മളുടെ പൂർവികരായിട്ടുള്ള ആളുകളുടെ അനുഭവ സമ്പത്ത്, കാരണവന്മാരായിട്ടുള്ള ആളുകളുടെ സാന്നിധ്യം, അത്രത്തോളം അറിവിൻ്റെ ലഭ്യത, ഇതൊന്നും ഇന്നത്തെ കാലത്തെ
അണുകുടുംബ രീതിയിലേക്ക് നമ്മൾ മാറിയപ്പോൾ അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ ഇന്ന് വീടിനെ പ്രാഥമികമായിട്ടുള്ള ആരാധനാ കേന്ദ്രമാക്കി മാറ്റാൻ പറഞ്ഞാൽ പല പരിമിതികൾ അവിടെ ഉണ്ട്. അനുഭവ സമ്പത്തുള്ള ആളുകളില്ല, എങ്ങനെയാണ് ആചരണങ്ങൾ ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ആളുകളില്ല, അതിന് പറ്റിയ അന്തരീക്ഷം പല വീടുകളിലുമില്ല. ഇങ്ങനെ ഒരുപാട് പരിമിതികൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആരാധനയിൽ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും ആശ്രയിക്കാൻ സാധിക്കുന്ന ഒന്നാമത്തെ സ്ഥാനം തന്നെ അവരവൻ്റെ ദേശത്തെ ക്ഷേത്രം എന്നാണ്. ആ ദേശക്ഷേത്രത്തിൽ നമുക്ക് ഈ പരിമിതികളില്ല. അവിടെ പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വരും, അതിൽ അറിവുള്ള ആളുകളുണ്ടാവും. നമുക്ക് നമ്മുടെ സംശയങ്ങൾ അവിടെ ചോദിക്കാം. അവിടെ പൂജ കഴിക്കുന്ന ഒരു ആചാര്യനുണ്ടാവും, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് നമ്മുടെ ആധ്യാത്മിക സബരികൾ തുടരാം. ഇങ്ങനെ വീട്ടിൽ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് അവനവൻ്റെ ദേശക്ഷേത്രം. വീട്ടിൽ ഉറക്ക നാമം ജപിച്ചാൽ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട, തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി നാമം ജപിക്കാനുള്ള സാഹചര്യം നമുക്കുണ്ട്. വീട്ടിൽ സത്സംഗങ്ങൾ നടത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ സത്സംഗം നടത്തുക. എപ്പോഴും നമ്മുടെ ദേശക്ഷേത്രത്തിൻ്റെ വളർച്ചയ്ക്കായി നമ്മളാലാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അത് ഭൗതിക ആയിക്കോട്ടെ ആധ്യാത്മിക ആയിക്കോട്ടെ, അത് നടത്തിക്കൊണ്ടേയിരിക്കുക. കാരണം ആ ക്ഷേത്രം നമ്മളുടേത് മാത്രമല്ല എന്നുള്ള ബോധ്യം നമുക്ക് വേണ്ടതാണ്. നമുക്ക് ശേഷവും നമ്മുടെ തലമുറകൾ ഇതേ ഭൂമിയിൽ ജീവിക്കേണ്ടവരായിട്ടുണ്ട്. അവർക്കും അവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളെ നേരിടണമെന്നുണ്ടെങ്കിൽ അവർക്കും ആരാധനാ പാരമ്പര്യം വേണം. ആ ആരാധനാ പാരമ്പര്യത്തിനൊരു ക്ഷേത്രം വേണം. ആ ക്ഷേത്രമാണ് നമ്മൾ ഇന്ന് തന്നെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ തുടർച്ച ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ മാത്രം ആവശ്യമല്ല, നമുക്ക് ശേഷം വരുന്ന തലമുറയ്ക്കും ആ ക്ഷേത്രം അഭയസ്ഥാനമാണ് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി എപ്പോഴും 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 ആദ്യത്തെ പരിഗണന, പരദേവതയ്ക്ക് കൊടുക്കുന്ന പരിഗണന എപ്പോഴും ദേശക്ഷേത്രങ്ങൾക്ക് കൊടുക്കണം എന്നാണ്. പൂന്താനം തിരുമേനിയുടെ ഒരു കഥയായിട്ട് പണ്ട് പറയാറുണ്ട്. അദ്ദേഹം ഗുരുവായൂരപ്പനെ മാത്രം ഒരുപാട് സ്നേഹിച്ച സമയത്ത് അദ്ദേഹം സ്വന്തം പരദേവതയായിട്ടുള്ള ദേശത്തെ ഭഗവതിയായിട്ടുള്ള തിരുമാന്താംകുന്നിലമ്മയെക്കുറിച്ച് വേണ്ട തരത്തിൽ കൃതികളൊന്നും എഴുതിയില്ല അത്രേ. ഒരിക്കൽ അദ്ദേഹത്തിന് വലിയൊരു വസൂരി വന്ന സമയത്ത് അദ്ദേഹത്തെ ചികിത്സിക്കാനായിട്ട് തിരുമാന്താംകുന്നിലമ്മ നേരിട്ട് വരികയും എൻ്റെ കുട്ടി എന്നെക്കുറിച്ചൊന്നും എഴുതിയില്ലല്ലോ എന്ന് പരിഭവത്തോടുകൂടിയും വിഷമത്തോടുകൂടിയും പറഞ്ഞു എന്നൊരു കഥയുണ്ട്. ആ സമയത്ത് വസൂരി പോയപ്പോൾ അദ്ദേഹം ഗണസംഘം എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ളൊരു കാവ്യം എഴുതി തൻ്റെ പരദേവതയെ, തൻ്റെ ദേശദേവതയെ നമസ്കരിച്ചു എന്നാണ്. അദ്ദേഹത്തിന് പോലും മനസ്സിലാക്കി കൊടുത്തു, അമ്മ ഞാനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ആൾ, എന്നെയാണ് നിങ്ങൾ ആദ്യം കാണേണ്ടത്, എന്നിട്ട് വേണം എവിടേക്കും പോവാൻ എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലുണ്ടായി എന്നാണ്. എല്ലായിടത്തുള്ളത് ഒരേ ഈശ്വരൻ തന്നെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ദേശക്ഷേത്രത്തിലിരിക്കുന്ന ഈശ്വരന് നമ്മളുടെ എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും സന്തോഷങ്ങളൊക്കെ തലമുറകളായിട്ട് അറിയാവുന്ന ആളാണ്. അപ്പം അദ്ദേഹത്തിന് കൊടുക്കേണ്ട പരിഗണന എപ്പോഴും കൊടുക്കണം എന്നുള്ള ഒരു എളിയ അഭ്യർത്ഥന മുന്നോട്ട് വെച്ചുകൊണ്ട് അടുത്ത അധ്യായത്തിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്തേ. ആഴത്തിൽ വേരൂടിയ വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റിയാലും അവ തളിർത്തു വരും. ശക്തമായ ഈശ്വര സാന്നിധ്യമുള്ള അമ്പലങ്ങൾ നശിപ്പിക്കപ്പെട്ടാലും വീണ്ടും ഉയർന്നു വരും. ശബരിമല അടക്കമുള്ള പല ക്ഷേത്രങ്ങളും അത്തരത്തിൽ പുനർനിർമ്മിക്കപ്പെട്ടവയാണ്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ഗൃഹസ്ഥനായ മഹാദേവനായും സകല ഈശ്വരന്മാർക്കും മുകളിലുള്ള പരമേശ്വരനായും കാലകാലനായും ഭൈരവനായും കിരാതമൂർത്തിയായുമെല്ലാം വിവിധ ക്ഷേത്രങ്ങളിൽ ശിവനെ ആരാധിച്ചു വരുന്നു. ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തസ ഭഞ്ജക ദാക്ഷായണീ മനോരഞ്ജക നിന്ദയ ദാക്ഷിണ്യപൂർണമീ യജ്ഞഭൂമി. ഗോത്ര സംസ്കാര കാലം മുതൽ ആര്യ സംസ്കാരത്തിന്റെ അധിനിവേശ കാലവും പിന്നിട്ട് ശാസ്ത്രാധിപത്യത്തിന്റെ യുഗത്തിലും എത്തി നിൽക്കുന്നു ശൈവ ആരാധന. അതുകൊണ്ട് തന്നെ ഭാരതത്തിലുടനീളം പ്രസിദ്ധങ്ങളായ നിരവധി ക്ഷേത്രങ്ങൾ ശിവന്റെ ആരാധനാലയങ്ങളായി നിലനിൽക്കുന്നു. ശിവന്റെ അധിവാസ സ്ഥാനമായ കൈലാസത്തിന്റെ സാന്നിധ്യം കൊണ്ട്
ഹിമാലയവും തിരുജടയിൽ നിന്നും ഒഴുകുന്ന നദി എന്ന നിലയിൽ ഗംഗയും കാലഭൈരവൻ കാവൽ നിൽക്കുന്ന കാശിയുമെല്ലാം ഹൈന്ദവരുടെ പുണ്യസങ്കല്പങ്ങൾക്ക് നിറവ് പകർന്നു നിൽക്കുമ്പോൾ ശിവന്റെ ജീവിതത്തിലെ ഏറ്റവും ശോകപൂർണമായ സംഭവം അരങ്ങേറിയ വേദി എന്ന നിലയിൽ വിശ്വസിക്കപ്പെടുന്ന ഒരു സ്ഥാനമുണ്ട് കേരളത്തിൽ. അതെ, കൊട്ടിയൂർ. ദക്ഷിണകാശി എന്ന് പുകൾ കൊണ്ട കൊട്ടിയൂർ. കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും അതിപ്രശസ്തവുമായ ആരാധനാസ്ഥാനമാണ് കൊട്ടിയൂർ. പുരാണത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന ദക്ഷയാഗം നടന്ന സ്ഥലമാണിത് എന്നാണ് വിശ്വാസം. ഇവിടെ വച്ചാണ് അപമാനിതയായ സതീദേവി ദേഹത്യാഗം ചെയ്തത്. ഇവിടെ വച്ചാണ് ശിവന്റെ ഭൂതഗണങ്ങൾ യാഗശാല തകർത്തത്. പ്രാചീനതയുടെ തിരിശേഷിപ്പ് പോലെ പരിഷ്കാരത്തിന്റെ നഖക്ഷതങ്ങൾ ഏൽക്കാത്ത പ്രകൃതി പശ്ചാത്തലം. വിദൂര ഭൂതകാലത്തിൽ നിന്നും ഒഴുകിയെത്തുന്നത് പോലെ നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്ന ബാവലിപ്പുഴ. കൊട്ടിയൂർ എന്ന ആരാധനാസ്ഥാനം ബാവലിപ്പുഴയുടെ ഇരു കരകളിലുമായി വ്യാപിച്ചു കിടക്കുന്നു. പുഴയ്ക്ക് ഇക്കരെ സ്ഥിതി ചെയ്യുന്ന അമ്പലമാണ് ഇക്കരെ കൊട്ടിയൂർ. പുഴയ്ക്ക് അക്കരെയുള്ളത് അക്കരെ കൊട്ടിയൂർ. ബാവലിപ്പുഴയുടെ തെക്കേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഇക്കരെ കൊട്ടിയൂർ ഒരു സാധാരണ ക്ഷേത്രത്തിന്റെ ഘടനയുള്ളതും വർഷത്തിൽ എല്ലാ ദിവസവും നട തുറന്ന് പൂജ നടത്തുന്നതും എല്ലാ ദിവസവും ഭക്തർക്ക് പ്രവേശനമുള്ളതുമാണ്. തൃച്ചേരിമന എന്ന പേരുകൂടി ഇക്കരെ കൊട്ടിയൂരിനുണ്ട്. പുഴയുടെ വടക്കേക്കരയോടടുത്ത് പുഴവെള്ളത്തിൽ ഉയർത്തിയിരിക്കുന്ന മണിത്തറയിലെ സ്വയംഭൂവായ ശിവലിംഗവും പാർവതീ സങ്കല്പത്തിലുള്ള അമ്മാറക്കല്ലും അടങ്ങുന്നതാണ് അക്കരെ കൊട്ടിയൂർ. ഒരു ക്ഷേത്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന യാതൊരു നിർമ്മിതിയും ഇവിടെയില്ല. വർഷത്തിൽ 27 ദിവസം മാത്രമാണ് ഈ ദിവ്യസന്നിധിയിൽ പൂജകൾ നടക്കുക. കൊട്ടിയൂരപ്പന്റെ സന്നിധിയിൽ സംസാര ദുഃഖം. ഇടവത്തിലെ ചോതി നക്ഷത്രത്തിൽ ആരംഭിച്ച് മിഥുനത്തിലെ ചിത്തിര നക്ഷത്രത്തിൽ അവസാനിക്കുന്ന തരത്തിലാണ് കൊട്ടിയൂരിലെ മഹോത്സവം. നേർവഴി തെളിയുന്നു, മൃത്യുപാശങ്ങൾ അഴിയുന്നു. ഇതിനെ വൈശാഖ മഹോത്സവം എന്ന് പറയും. 27 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തെ 3 ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇടവ ചോതി മുതൽ ഉത്രാടം വരെയുള്ള 7 ദിനങ്ങൾ ദേവന്മാരുടെ ഉത്സവമാണ്. തിരുവോണം മുതൽ ആയില്യം വരെയുള്ള ദിനങ്ങൾ മനുഷ്യന്മാരുടെ ഉത്സവമായി കണക്കാക്കപ്പെടുന്നു. മകം മുതൽ ചിത്തിര വരെയുള്ള 5 ദിനങ്ങൾ ഭൂതഗണങ്ങളുടെ ഉത്സവമാണ്. വൈശാഖ മഹോത്സവത്തിന്റെ ആരംഭത്തിനു മുമ്പ് മേടമാസത്തിലെ വിശാഖം നാളിൽ ഇക്കരെ കൊട്ടിയൂരിൽ ആലോചനയ്ക്കായുള്ള കൂടിച്ചേരൽ നടക്കും. ഇതാണ് പ്രാക്പൂരം. അതുപോലെ തന്നെ അല്പം അകലെയുള്ള ആയില്യം കാവിലും കൂടിയാലോചന നടക്കും. ഓരോ ഉത്സവവും ആരംഭിക്കുന്നത് മുൻകൊല്ലത്തിൽ പൂർത്തിയാക്കാതെ വെച്ച ചടങ്ങ് പൂർത്തിയാക്കിക്കൊണ്ടാണ്. അത്യപൂർവമായ നിരവധി ചടങ്ങുകളുടെ സമ്മേളനമാണ്
കൊട്ടിയൂർ വൈശാഖോത്സവം. പടിഞ്ഞിറ്റ നമ്പൂതിരി, സമുദായി ഭട്ടതിരിപ്പാട് എന്നിവരുടെ നേതൃത്വത്തിൽ നീരെഴുന്നള്ളത്ത് സംഘം കാട്ടുവഴികളിലൂടെ നടന്ന് കൂവപ്പാടത്ത് എത്തുന്നു. കട്ടൻ മലയോടൻ എന്ന പ്രാചീന രാജവംശത്തിന്റെ പ്രതിനിധി അവിടെ അവരെ കാത്തു നിൽപ്പുണ്ടാകും. അദ്ദേഹത്തിന്റെ അനുമതിയോടെ മാത്രമേ അക്കരെ കൊട്ടിയൂരിലേക്ക് പോകാൻ പാടുള്ളൂ എന്നാണ് നിയമം. തീവിടെ ഈ നടയിൽ പാലമൃതേകാം ഞാൻ ശംഭോ, ഈറൻമിഴിയോടെ പ്രാർത്ഥിച്ചു വയ്ക്കുമേ ഇളനീരും ആടുകൻ ശംഭോ. കൊട്ടിയൂരപ്പന്റെ സന്നിധിയിൽ സംസാരം. ഒരു കാലത്ത് കട്ടൻ രാജവംശത്തിന്റെ അധീനതയിലായിരുന്നു ഈ പ്രദേശമെന്നും അതിനാൽ ഇവിടെ കട്ടന്നൂർ എന്നറിയപ്പെട്ടിരുന്നു എന്നും അത് പരിണമിച്ചാണ് കൊട്ടിയൂർ എന്ന പേരുണ്ടായതെന്നുമാണ് തലനാമകഥ. കട്ടൻ രാജവംശത്തിലെ രാജാവിനൊപ്പം ഒറ്റപ്പിലാൻ എന്ന കുറിച്യ സ്ഥാനികൻ, ജന്മാശാരി എന്നീ അവകാശികളും കാട്ടിലുണ്ടാകും. രാജാവിന്റെ അനുമതിക്ക് ശേഷം ഏവരും കൂവയില പറിച്ചെടുത്ത് ബാവലിപ്പുഴയിൽ മുങ്ങിക്കുളിച്ച് കൂവയില കുമ്പിളിൽ ജലമെടുത്ത് അക്കര ദേവസ്ഥാനത്തെത്തി അവിടെമെല്ലാം തളിച്ച് ശുദ്ധമാക്കുന്നു. ജടാഭുജംഗ പിംഗല സ്ഫുരത്ഫണാമണി പ്രഭാ കദംബ കുങ്കുമദ്രവ പ്രലിപ്ത ദിഗ്വധൂമുഖി. ആദ്യമായി ഒരു കുറിച്യ യുവാവാണ് ശിവലിംഗം കണ്ടെത്തിയതെന്നും അതറിഞ്ഞെത്തിയ പടിഞ്ഞീറ്റ് നമ്പൂതിരി കൂവയിലയിൽ വെള്ളമെടുത്ത് കലശമാടി എന്നുമുള്ള വിശ്വാസത്തിന്റെ പുനരാവർത്തനമാണ് ഉത്സവാരംഭത്തിൽ നടക്കുന്ന ഈ തീർത്ഥം തളിക്കൽ. ചത്വരജ്വലധനഞ്ജയ സ്ഫുലിംഗദ നിപീത പഞ്ചസായകം നമന്നിലിംബനായകം സുധാമയൂഖലേഖയ വിരാജമാനശേഖരം മഹാകപാലി സമ്പത്തെ ശിരോജടാലമസ്തു. ചോദ്യദിനത്തിൽ സന്ധ്യയോടെ വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്നും വാളെഴുന്നള്ളത്ത് ഇക്കരെ കൊട്ടിയൂരിലെത്തുന്നു. സതീവിയോഗത്താൽ തപിച്ച ശിവന്റെ കോപാഗ്നിയിൽ നിന്നുടലെടുത്ത വീരഭദ്രൻ മതാന്ധനായ ദക്ഷന്റെ തലയെറുത്ത വാളാണ് മുതിരേരി വാൾ. കൊട്ടിയൂരിലെ യാഗശാലയിൽ ശിരച്ഛേദം നടത്തിയ ശേഷം വീരഭദ്രൻ വലിച്ചെറിഞ്ഞ വാൾ വയനാട്ടിലെ മുതിരേക്കാവിൽ പതിച്ചുവെന്നും അതാണ് വൈശാഖോത്സവത്തിന്റെ ഭാഗമായി കൊട്ടിയൂരിൽ എത്തിക്കുന്നത് എന്നുമാണ് വിശ്വാസം. വിരാജമാനശേഖരം മഹാകപാലി സമ്പത്തെ ശിരോജടാലമസ്തു. സഹസ്രലോചന പ്രഭൃത്യ ശേഷലേഖ ശേഖര പ്രസൂനധൂളിധൂര. കുറ്റ്യാടി ജാതിയൂർ മഠത്തിൽ നിന്നുമുള്ള അഗ്നിവരവാണ് അടുത്തത്. ഇത് അക്കരെ കൊട്ടിയൂരിൽ എത്തിച്ച് 5 സ്ഥാനികൾ ചേർന്ന് പുണ്യാഹം കഴിച്ച് ചോതിവിളക്ക് തെളിയിക്കും. 3 മൺപാത്രങ്ങളിലായി തെളിയിക്കുന്ന ചോതിവിളക്കിന് കോട്ടയം എരുവട്ടി ക്ഷേത്രത്തിൽ നിന്നുമാണ് എണ്ണയും തിരിയും എത്തിക്കുക. അഷ്ടബന്ധം നീക്കി അത് പ്രസാദമായി നൽകിക്കൊണ്ട് ആരംഭിക്കുന്ന ഉത്സവത്തിന്റെ അടുത്ത ചടങ്ങ് നെയ്യാട്ടമാണ്. നന്ദിനി കുജാഗ്ര ചിത്രപത്രക പ്രകൽപനൈക ശില്പിനി ത്രിലോചനേ മതിർമമ. നവീന മേഘമണ്ഡലീ നിരുദ്ധ ദുർധര സ്ഫുരൽ കുഹൂനിശീധിനീ തമ പ്രബദ്ധ ബന്ധുകന്ധര നിലിംബ നിർഝരീധരസ്തനോതു കൃത്തി സുന്ദര കലാനിധാന ബന്ധുര ശ്രിയം ജഗദ്ധുരന്ധര. എന്ത് ചെയ്യുന്നു എന്നതുപോലെ പ്രധാനമാണ് ആര് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നതും. അശുദ്ധൻ പുണ്യാഹം തളിച്ചാൽ എന്തു ഫലം? നിരക്ഷരൻ എഴുത്തിനിരുത്തിയാലോ? അതിനാൽ ആദ്യം സ്വയം നന്നാകണം, പിന്നെ നല്ല മനസ്സോടെ സത്കർമ്മങ്ങൾ ചെയ്യണം. അപ്പോഴാണ് കർമ്മങ്ങൾക്ക് നല്ല ഫലമുണ്ടാകുന്നത്. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.